തൃശൂർ ഊരകത്തെ IRR അഥവാ ഇരിപ്പറമ്പിൽ രാമൻകുട്ടി എന്ന ചെണ്ടക്കടയ്ക്ക് പറയാൻ 25 വർഷത്തെ കഥകളുണ്ട്. ഞാനിവിടെ ചെണ്ട വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ സർവീസ് ചെയ്യുക, അതുപോലെ സെയിൽസ്, ഇത് മൂന്നും ചെയ്യുന്നുണ്ട്. റെൻ്റൽ സെയിൽസ് സർവീസ് ആണ് ചെയ്യുന്നത്. 25ാമത്തെ വർഷമാണ് ഇതിപ്പോൾ തുടങ്ങിയിട്ട് സ്ഥാപനം നടത്തുന്നത്. എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ഒന്നും നേരിട്ടുണ്ടാക്കുന്നതല്ല. നമ്മൾ ചെണ്ടയ്ക്ക് ആവശ്യമുള്ള പാർട്സുകൾ പല സ്ഥലങ്ങളിൽ നിന്ന്, നിർമ്മാതാക്കളിൽ നിന്ന് കളക്ട് ചെയ്ത് അത് അസംബിൾ ചെയ്ത് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ അച്ഛൻ്റെ ക്ലബ്ബ്, അച്ഛൻ്റേതായിട്ടുള്ള ഒരു പ്രായത്തിൽ, നല്ല പ്രായത്തിൽ അവരൊരു പിള്ളേർ സെറ്റ് ക്ലബ്ബ് പോലെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അവർ ജോലി കിട്ടി പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയപ്പോൾ ഇത് ഉപേക്ഷിക്കപ്പെട്ട രീതി, അല്ലെങ്കിൽ ആ വീട്ടിൽ വയ്ക്കുക, ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അച്ഛനെ സംബന്ധിച്ച് അന്ന് കാലത്ത് തറവാട്ട് വീട്ടിൽ ചായ്പുകളിൽ, അച്ഛൻ്റെ വീട്ടിൽ ആ തറവാട്ടിൽ സ്ഥലമുള്ളതുകൊണ്ട് ആ ചായ്പിൽ ഇത് ഒതുങ്ങി വെച്ചു. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ പണ്ട് വളപ്പായ നാരായണേട്ടൻ, അന്നത്തെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ അന്നത്തെ 400 രൂപ 300 രൂപയ്ക്കാണ് ഒരു ചെണ്ടവട്ടത്തിന് ഇങ്ങനെ ഉള്ളൂ പാർട്സിന്. അപ്പോൾ പുള്ളി ഒരു കാർഡിൽ ലെറ്റർ അങ്ങോട്ട് അയക്കും, ഇങ്ങനെ കാർഡ് അയക്കും, ഇങ്ങനെ വട്ടം വേണമെന്ന് പറഞ്ഞ് പുള്ളി. അതുപോലെ 2-3 മാസം കഴിയുമ്പോൾ, അന്ന് നമ്മൾ നാട്ടുകാർ ഇതേപോലെ ബീഫ് തിന്നാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സാധനം കിട്ടാൻ, അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ കിട്ടാനും കഷ്ടമാണ്, ആവശ്യക്കാർ കുറവാണ്. ഇന്നെന്ന് പറഞ്ഞാൽ എത്ര മൂല്യം നമ്മൾ ഇറക്കണമെന്ന് നമ്മൾ കണക്കൂട്ടി നമ്മൾ ബോധം പോകും. അപ്പോൾ ഇന്ന് സാധനങ്ങൾ കിട്ടാണ്ട്, അന്ന് പുള്ളിക്കാരൻ കാർഡ് അയക്കും. അവിടെ നിന്ന് അതേപോലെ 2-3 മാസം കഴിയുമ്പോൾ ഒരു കാർഡ് വരും, മണിച്ചേട്ട വട്ടമായിട്ടുണ്ട് വന്നോളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛൻ പോവും. അച്ഛനൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്, പക്ഷെ അത് എനിക്ക് അന്നമായി മാത്രം. വട്ടത്തിൻ്റെ ഇമ്പോർട്ടൻസ്, വട്ടത്തിന് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ചെണ്ടയുടെ കാര്യത്തിൽ. ഇപ്പോൾ നിസ്സാരം ഇങ്ങോട്ട് നോക്കുമോ, ഈ ഒരു ചെറിയ പാട് കണ്ട, ഈ ഒരു പാട് ഉള്ള വട്ടം ഒരു പക്ഷേ വലിക്കുമ്പോൾ നിൽക്കില്ല, ചിലപ്പോൾ കീറാം. അത് ഇപ്പോൾ ഇത് നമുക്ക് തരുന്ന വട്ട നിർമ്മാതാക്കളാരും ഇതിൽ ഗ്യാരണ്ടി തരില്ല. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള വട്ടങ്ങൾ നോക്കി, ഇത് അതിനെ പറ്റില്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ മാറ്റണം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഒരു വലന്തലയായിട്ട് ഉണ്ടാക്കാനായിട്ടാണ്. ഇപ്പോൾ ഈ വലന്തല എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസ് പുറകിൽ നിൽക്കില്ലേ, ഒറ്റക്കോല്, അപ്പോൾ അതിൻ്റെ താങ്ങായിട്ട് ഇത് ഉപയോഗിക്കാം. വട്ടത്തിന് മാത്രമേ കേടുവരുമെന്ന് ചോദിച്ചത്. കുറ്റിക്കും കേടുവരില്ല, കുറ്റിക്കും കേടുവരും. ഇപ്പം നമ്മൾ മാനുവലായിട്ട് വലിക്കുന്ന വലിയായിരുന്നു പണ്ട് കാലത്ത്. ചെണ്ട ടൈറ്റ് അരക്കി കച്ചിട്ടിട്ട് നമ്മൾ കാലുകൊണ്ട് ചവിട്ടിയിട്ടാണ് വലിക്കുക. അപ്പോൾ വട്ടത്തിന് ഡാമേജ് കുറയും, ചെണ്ടക്കുറ്റിക്ക് ഡാമേജ് കുറയും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ, താഴെ ഹാർഡായിട്ടുള്ള പണിയാണ്. അവൻ കിടന്ന് അവിടെ തൂങ്ങി അവൻ്റെ ശക്തി മുഴുവൻ എടുത്തിട്ടാണ് വലിക്കുന്നത്. എന്നിട്ട് കേൾക്കുന്ന ശബ്ദമാണത്. ഇതിപ്പോൾ നമ്മുടെ ചെണ്ടയുടെ ആഴത്തപ്പെടുത്താണ്. ഇത് നമ്മൾ ഏറ്റക്കുറച്ചിൽ നോക്കിയാണ് പിടിക്കുക. ഇതിലിപ്പം തുടക്കമാണ്, നമ്മൾ ഇത് തുടക്കത്തിലാണ് വരേണ്ടത്. അപ്പോൾ തുടക്കം നമുക്ക് പിടിച്ചു തുടങ്ങാം. ഒരു ചെണ്ടയുടെ തിരിക്കറ. ഇത് ഇരുമ്പുളയിലാണിത്. ഇത് നോക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കയറ് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് ചെയ്യണം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനവളയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഇത് ചെണ്ടയുടെ മെയിൻ പാർട്ട്. ചെണ്ട കെട്ടുക, ചെണ്ടയുടെ വട്ടക്കണ്ണി. ഇപ്പം നമ്മളിതൊരു ചുറ്റി പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ചുറ്റി പിടിച്ച് കൊണ്ടുവന്നതിൻ്റെ ബാക്കി ഈ അഴവ് കയറാണിത്, വന്ന കയറാണിത്. ഈ കയറിനെ നമ്മൾ പിടിച്ച് കെട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത്. പലതരം കെട്ടുകളുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ നമ്മുടെ കെട്ട് ഇങ്ങനെയാണ്, പലരും പല രീതിക്കാണ്. നമ്മൾ പിടിക്കടാ, പിടിച്ചോ പിടിച്ചോ, നിൽക്ക് 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 നിൽക്കുന്നു, വരും പിടിച്ചടാ, പിടിയാ ലൂസ്, പിടിക്കടാ, പിടിക്കടാ, ഇറക്കിയത് ഞാനും കൂടെ ഇറക്കിയ അവിടെ കേട്ടാ. ഇതൊപ്പത്തിന് ആക്കുക എന്നുള്ളതാണ്, ഇതെല്ലാം ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചടങ്ങ്. കേട്ടോ ഹോളുണ്ട്. ഇതൊരു പകുതി പിടിക്കണത്. കാട്ടിലെ മാനിൻ്റെ തോലു കൊണ്ടുണ്ടാക്കി മാറാരു പണ്ടൊരു ചെണ്ട, കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. താളമിടുന്നോർക്ക് പൊൻപണം കിട്ടാൻ തല്ലുകൊള്ളുന്നൊരു ചെണ്ട, താളമിടുന്നോർക്ക് പൊൻപണം കിട്ടാൻ തല്ലുകൊള്ളുന്നൊരു ചെണ്ട. കാവുകൾ തോറും കറങ്ങുന്ന ചെണ്ട, തേവരെ പുൽകി ഉണർത്തുന്ന ചെണ്ട. കാവുകൾ തോറും കറങ്ങുന്ന ചെണ്ട, തേവരെ പുൽകി ഉണർത്തുന്ന ചെണ്ട. കാട്ടിലെ മാനിൻ്റെ തോലു കൊണ്ടുണ്ടാക്കി മാറാരു പണ്ടൊരു ചെണ്ട, കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട.